നമസ്കാരം. ഞാൻ ജ്യോതിഷരത്നം മഹേഷ് പണിക്കർ. 2026 ഫെബ്രുവരി 15. കോടിക്കണക്കിന് ഭക്തർ ഉപവാസവും ജാഗരണവും അനുഷ്ഠിച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുന്ന മഹാശിവരാത്രി. ഈയൊരു ദിവസം ശരിയായ രീതിയിൽ വ്രതമെടുത്താൽ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറും, ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ശിവരാത്രി വ്രതത്തിൽ നാം അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ പുണ്യത്തിനു പകരം ദോഷമാകാമെന്ന് നിങ്ങൾക്കറിയാമോ? വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി താങ്കൾ ഈ വീഡിയോ ഇവിടെ നിന്ന് ഏത് സമയത്താണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്യുക. മഹാദേവനെ പ്രീതിപ്പെടുത്താൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ. മഹാശിവരാത്രി സാധാരണ ഒരു ഉത്സവദിനം മാത്രമല്ല. പ്രപഞ്ചത്തെ രക്ഷിക്കാൻ മഹാദേവൻ കാളകൂടവിഷം പാനം ചെയ്ത് നീലകണ്ഠനായ ദിവസം ഓർക്കുന്ന വിശുദ്ധരാത്രി. ആ വിഷത്തിന്റെ ഉഷ്ണത ശമിപ്പിക്കാൻ ദേവന്മാർ മുഴുവൻ രാത്രി ജാഗരണം നടത്തി പ്രാർത്ഥിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതിനാലാണിന്നും ഭക്തർ ഈ ദിവസം ഉറങ്ങാതെ ഉപവാസത്തോടെ മന്ത്രജപത്തോടെ ശിവനെ ആരാധിക്കുന്നത്. ഈ വ്രതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളും അഹങ്കാരവും ദുഃഖങ്ങളും ശുദ്ധീകരിക്കുക എന്നതാണ്. ശിവരാത്രിയിൽ ഒഴിവാക്കേണ്ട 3 വലിയ തെറ്റുകൾ എന്തെന്ന് വെച്ചാൽ: 1. തുളസി ഉപയോഗിക്കരുത്. പലർക്കും അറിയാതെ സംഭവിക്കുന്ന ഒരു തെറ്റാണ് ശിവപൂജയിൽ തുളസി അർപ്പിക്കൽ. ഐതിഹ്യപ്രകാരം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തിന്റെ ഇലകളാണ്. തുളസി വിഷ്ണുവിന് അത്യന്തം പ്രിയപ്പെട്ടതാണ്, പക്ഷേ ശിവപൂജയിൽ അതുപയോഗിക്കുന്നത് ശാസ്ത്രപ്രകാരം ഉചിതമല്ല എന്നാണ് വിശ്വാസം. അതിനാൽ മഹാശിവരാത്രി ദിവസം കൂവളത്തില, ചന്ദനം, ഭസ്മം, പാൽ, ജലം ഇതുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. 2. പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കരുത്. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന നിയമമുണ്ട്. ശിവലിംഗത്തിൽ നിന്നും ഒഴുകുന്ന അഭിഷേകജലം പോകുന്ന വഴിയെയാണ് സോമസൂത്രം എന്ന് പറയുന്നത്. ഈ സോമസൂത്രം മുറിച്ചു കിടന്നുകൊണ്ട് പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കരുത്. ശരിയായ രീതി സോമസൂത്രം കടക്കാതെ പകുതി പ്രദക്ഷിണം വെച്ച് തിരികെ വന്ന് നമസ്കരിക്കുക എന്നതാണ്. ഇത് ശിവതത്വത്തെ ബഹുമാനിക്കുന്ന ഒരു ആചാരമാണ്. 3. പകലുറക്കം ഒഴിവാക്കുക. മഹാശിവരാത്രി വ്രതത്തിന്റെ ആത്മാവ് തന്നെ ജാഗരണമാണ്. ഈ ദിവസം പകലുറങ്ങുന്നത് വ്രതത്തിന്റെ ഫലം കുറയ്ക്കും എന്നാണ് വിശ്വാസം. ശരീരത്തിന് ക്ഷീണമുണ്ടായാലും കഴിയുന്നത്ര സമയം ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും കഴിയുക. മന്ത്രജപം, ശിവപുരാണ പാരായണം, ഭജന ഇതൊക്കെയാണ് ഈ ദിവസത്തെ യഥാർത്ഥ സമ്പത്ത്. ശിവരാത്രിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്തെന്നാൽ മഹാശിവരാത്രി നാളിൽ കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത്, ഓം നമഃശിവായ മന്ത്രം 108 തവണയെങ്കിലും ജപിക്കുന്നത് ശനിയുമായി ബന്ധപ്പെട്ട 7 ശനി, കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങൾ ശമിക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. അതിലുപരി വിശക്കുന്നവർക്ക് അന്നദാനം നൽകുന്നത് മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ്. ഭക്തിയോടെ ചെയ്ത ഒരു ചെറിയ നന്മ പോലും ശിവകൃപയായി തിരികെ വരും. നിങ്ങളുടെ വീട്ടിൽ ശിവരാത്രി വ്രതം എടുക്കാറുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും കമന്റിലെഴുതൂ. വരുന്ന ദിവസങ്ങളിൽ ശിവരാത്രിയുടെ പ്രത്യേക പൂജാവിധികളും ലളിതമായ മന്ത്രങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇത്തരം ഭക്തിനിർഭരമായ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.